Good afternoon. So last class we had learned about maternal inheritance. അല്ലേ? അപ്പോൾ നമ്മുടെ ആ ജെനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിന്റെ ടുവേർഡ്സ് ദി എൻഡ് ആണ്. ഇനി ഒരു ക്ലാസ് കൊണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പോർഷൻ തീരും. അപ്പോൾ നമുക്ക് ഇന്ന് പെഡിഗ്രി അനാലിസിസ് പഠിക്കാം. പെഡിഗ്രി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പെഡിഗ്രി നിങ്ങൾ ഇത് അല്ലാതെ കേട്ടിട്ടുള്ളത് എപ്പോഴാണ്? ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഉള്ള ഭക്ഷണത്തിലെ പെഡിഗ്രി ഒരു ബ്രാൻഡ് നെയിമാണ്. അപ്പൊ ആ പെഡിഗ്രി, നല്ല പെഡിഗ്രി ഉള്ള നായ്ക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു ജെനറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻഹെറിറ്റൻസ്, നല്ല ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഇൻഹെറിറ്റൻസ്, അതാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ആ പെഡിഗ്രിയെ കുറിച്ച്, ഇതൊരു പെഡിഗ്രിയുടെ ഡെപ്പിക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ പെഡിഗ്രിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് എ വിഷ്വൽ ചാർട്ട് ദാറ്റ് ഡെപ്പിക്സ് എ ഫാമിലി ഹിസ്റ്ററി ഓർ ട്രാൻസ്മിഷൻ ഓഫ് എ സ്പെസിഫിക് ട്രേറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ ട്രേറ്റ്, അത് എന്തും ആയിക്കോട്ടെ, അത് ഡിസീസ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഡിസീസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത് എന്ന് ഡിപെക്ട് ചെയ്യുന്ന ഒരു ചാർട്ടാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ പിക്ചർ കണ്ടോ? ഇപ്പൊ ഇതൊരു ചാർട്ടാണ്. ഈ 1, 2, 3, 4 തലമുറയിലുള്ള ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റെഡ് എന്ന് പറഞ്ഞാൽ ട്രേറ്റ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ആ ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് ആണ് അത് കാണിക്കുന്ന ഒരു ചാർട്ടാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ട്രേറ്റിന് ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്യാൻ പറ്റും നമുക്ക്. ഏത് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഒരു പെർട്ടിക്കുലർ ട്രേറ്റ്, ഏത് തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ആണെന്ന് നമുക്ക് പെഡിഗ്രി വഴി അറിയാൻ പറ്റും. പിന്നെ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഫാമിലിക്ക്, ഒരു കപ്പിളിന് ഒരു കുട്ടി വേണം. അപ്പൊ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു അസുഖമുണ്ട്. അപ്പൊ അവർക്ക് ഈ കപ്പിളിനൊരു ഭയം, ആ കുട്ടിക്ക് അത് വരാൻ ചാൻസ് ഉണ്ടോ, അതിന് എത്ര ശതമാനം ചാൻസ് ഉണ്ട് എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയി ജനറ്റിക് കൗൺസിലറിന്റെ അടുത്ത് ചെന്ന് ഈ പറഞ്ഞ പോലെ പെഡിഗ്രി ഉണ്ടാക്കിയിട്ട് അവർക്കുണ്ടാകുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ അസുഖം വരാൻ സാധ്യത എത്രയുണ്ട് എന്ന് ഒരു ജനറ്റിക് കൗൺസിലറിന് പറയാൻ പറ്റും. അപ്പൊ അത് ഒരു പെഡിഗ്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഹെറിഡിറ്ററി ഡിസീസസ്, അതിന്റെ പ്രീഡിസ്പോസിഷൻ. ഇപ്പൊ നമ്മുടെ പ്രീഡിസ്പോസിഷൻ, അപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡിസീസ് നമുക്ക് വരുമോ എന്നുള്ളത് നമുക്ക് ഭയം ഉണ്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ, ഈ ഫെമിലിയൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ എനിക്കത് വരുവോ, അല്ലെങ്കിൽ ഞാൻ പ്രീഡിസ്പോസ്ഡ് ആണോ, ഞാൻ സൂക്ഷിക്കണോ കുറെ കൂടെ എന്നറിയാൻ വേണ്ടി എന്റെ ഫാമിലി ഹിസ്റ്ററി ഇതേപോലെ പെഡിഗ്രി ചാർട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് എത്ര ശതമാനം ഇത് വരാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പെഡിഗ്രി വെച്ചിട്ട്, പെഡിഗ്രി അനാലിസിസ് വെച്ച്. അപ്പൊ ഇതൊക്കെയാണ് പെഡിഗ്രി അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടാവണം, 12th ഇത് കേട്ടിട്ടുണ്ടോ? പെഡിഗ്രി എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഈ പെഡിഗ്രിയിൽ വി യൂസ് സർട്ടൻ സിമ്പിൾസ്. അപ്പൊ ആ സിമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് പെഡിഗ്രി അനാലിസിസ് ചാർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ സ്ക്വയർ എന്ന് പറയുന്നത് മെയിലിനെ ഡെപ്പിക്ട് ചെയ്യുന്നതാണ് സ്ക്വയർ. അൺഎഫക്റ്റഡ് ആയിട്ട് വെച്ചാൽ, അൺഎഫക്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു നമ്മൾ ഏത് ട്രേറ്റ് ആണോ സ്റ്റഡി ചെയ്യുന്നത് ആ ട്രേറ്റ് ഇല്ലാത്ത മെയിലാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ടോ? ഇനി അഫക്റ്റഡ് മെയിൽ ആണെങ്കിൽ അത് നിറഞ്ഞിരിക്കും കളർ, കണ്ടോ? ഫീമെയിൽ അതേപോലെ അൺഅഫക്റ്റഡ് ഹോളോ ആയിരിക്കും, ഫീമെയിൽ അഫക്റ്റഡ് നിറഞ്ഞിരിക്കും. ഇനി ഇപ്പൊ നമ്മൾ പറയണം, എൻ്റെ മുതുമുത്തച്ഛൻ 4 മക്കളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ 4ാമത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, അതിനെക്കുറിച്ച് എനിക്കൊരു അറിയാൻ പാടില്ല, ഫാമിലിയിൽ ആർക്കും വലിയ പിടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അൺനോൺ സെക്സ്, അപ്പൊ അത് അല്ലെങ്കിൽ സെക്സ് അൺസ്പെസിഫൈഡ്, നമുക്ക് അറിയില്ല, അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് ഒരു വയസ്സിന് മുമ്പേ മരിച്ചുപോയി, പക്ഷെ അത് ആണാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് ആർക്കും കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം. മനസ്സിലായി? ഇത് ഇങ്ങനെ കാണിച്ചാൽ 5 അൺഅഫക്റ്റഡ് ഓഫ്സ്പ്രിങ്, ഹിയർ ഓൾസോ സെക്സ് ഇസ് നോട്ട് നോൺ. അപ്പൊ ഇതെന്ന് പറയുന്നത് കാരിയർ ഫീമെയിലാണ്. മനസ്സിലാകുന്നത്? ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ഫീമെയിലിൽ ഇല്ല, പക്ഷെ അത് കാരിയർ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്കൊരു സ്പോട്ട് ഇട്ട് കാണിക്കാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ? അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്, അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. അഫക്റ്റഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഫില്ല് ചെയ്താൽ മതി. ഇനി ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അത് മെയ്റ്റിംഗ് അഥവാ മാരേജ്. അപ്പൊ ഇവര് രണ്ടുപേരാണ് മെയ്റ്റ് ചെയ്തിട്ട് അടുത്ത ഓഫ്സ്പ്രിങ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഈ മെയ്റ്റിങ്ങിന്റെ അത് 2 ലൈൻ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൺസാങ്കുനസ് മെയ്റ്റിംഗ് എന്ന് വെച്ചാൽ റിലേറ്റീവ്സ് തമ്മിലുള്ള മെയ്റ്റിംഗ് ആണ് കാണിക്കുന്നത്. ഇനി ഇത് ഇല്ല, അപ്പൊ 4 കുട്ടികൾ ഒന്നിനെ ഇങ്ങനെയാണ് ഡെപ്പിക്ട് ചെയ്തേക്കുന്നതെങ്കിൽ അത് മരിച്ചുപോയി, ആൺകുട്ടി ഉണ്ടായിരുന്നു മരിച്ചുപോയി, പെൺകുട്ടി ഉണ്ടായിരുന്നു മരിച്ചുപോയി, അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ എന്ന് വെച്ചാൽ 2 അൺഅഫക്റ്റഡ് മീൻസ് ഒരു കപ്പിളാണിത്, അൺഅഫക്റ്റഡ് മെയിൽ അൺഅഫക്റ്റഡ് ഫീമെയിൽ, അവർക്കൊരു കുട്ടി ഉണ്ടായി, അതൊരു മെയിലാണ്, പക്ഷെ അത് അഫക്റ്റഡ് ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസീസോ ട്രേറ്റോ ക്യാരി ചെയ്യുന്നു. അതേപോലെ ഇവിടെ പെൺകുട്ടിയാണ്, അഫക്റ്റഡ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കപ്പിളുണ്ട്, അവർക്ക് ഒരു ആണും ഒരു പെണ്ണുണ്ട്, പക്ഷെ രണ്ടുപേരും അഫക്റ്റഡ് അല്ല. ഇതിന്റെ അർത്ഥം എന്തോ, ഒരു കപ്പിള് അവർക്ക് 2 മക്കളുണ്ട്, രണ്ടുപേരും അഫക്റ്റഡ് ആണ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ നമ്മൾ എന്തൊക്കെ സിമ്പിൾസ് ആണ് പെഡിഗ്രിയിൽ ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ വരച്ചെടുക്കണം കേട്ടോ. അപ്പൊ നോട്ട്സ് നിങ്ങൾ മാറ്റി വയ്ക്കുക, നോട്ട്സ് പിന്നെ നോക്കിയാൽ മതി.
ഇപ്പം തൽക്കാലം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന അനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകണം. എന്നിട്ട് പിന്നീട് തന്നേക്കുന്ന നോട്ടുമായിട്ട് കമ്പയർ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ ഇവിടെ ഈ ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഇവിടെ ഇപ്പോൾ ഒരു ഫീമെയിലും മെയിലും എന്താ ഇവിടെ കാണിച്ചേക്കുന്ന അനുസരിച്ച് മെയിൽ സ്ക്വയറും ഫീമെയിൽ സർക്കിളുമാണ്. അപ്പോൾ ഒരു ഫീമെയിലും മെയിലും തമ്മിൽ മെയ്റ്റ് ചെയ്തു. അവർക്ക് 2 മക്കള്, ഒരു പെണ്ണും ഒരു ആണും. ആണ് അഫക്റ്റഡ് എന്ന് വെച്ചാൽ ഹി ക്യാരീസ് എ പെർട്ടിക്കുലർ ട്രേറ്റ്. ആ കക്ഷി വേറൊരു ഫീമെയിലുമായിട്ട് മെയ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് 4 മക്കള്, 3 ആണും ഒരു പെണ്ണും. അതിൽ 2 ആണ് അൺഅഫക്റ്റഡ് ആണ്, ഒരു പെണ്ണ് അൺഅഫക്റ്റഡ് ആണ്, പക്ഷെ ഒരു മെയിൽ അഫക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാരീസ് ദ ട്രൈറ്റ്. അപ്പോൾ ഒരു പെഡിഗ്രി എങ്ങനെ അതിനെ റീഡ് ചെയ്യുന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പെഡിഗ്രി ചാർട്ട് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ഒരു അറിവ് ഇപ്പൊ കിട്ടി കാണുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഇൻഹെറിറ്റൻസിന് കീഴിൽ 3 കൊടുത്തേക്കും. അതിൻ്റെ അർത്ഥം 3 മോഡ്സ് ഓഫ് ഇൻഹെറിറ്റൻസേ ഉള്ളൂ എന്നല്ല. ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മളിപ്പം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മെന്റലിൻ ഇൻഹെറിറ്റൻസ് പഠിച്ചു, നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസ് പഠിച്ചു, അല്ലെ ജീൻ ഇൻട്രാക്ഷൻ വഴിയുള്ള ഇൻഹെറിറ്റൻസ് പഠിച്ചു, പിന്നെ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് പഠിച്ചു. അതുകൂടാതെ നമുക്ക് പെഡിഗ്രി അനാലിസിസ് വഴി പഠിക്കാനുള്ള 3 ഇൻഹെറിറ്റൻസ് ആണ് ഈ കാണുന്നത്. ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റിസസീവ്, എക്സ് ലിങ്ക്ഡ് റിസസീവ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സെൽസിൽ 22 പേര് ഓട്ടോസോംസും 1 പേര് സെക്സ് ക്രോമോസോംസും ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓട്ടോസോംസ് എന്ന് പറയുന്നത് അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് സെക്ഷൽ ക്യാരക്ടറുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഒരാൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഈ പറഞ്ഞ ട്രേറ്റ്, ഇത്തരത്തിൽ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ട്രേറ്റിന് യാതൊരു പ്രസക്തിയില്ല. ആണാണോ പെണ്ണാണോ എന്തും ആയിക്കോട്ടെ, അത് ഓട്ടോസോമലായിട്ട് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതേസമയം സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് സെക്സ് ലിങ്കേജ് ആണ്. നമ്മൾ ഡ്രോസോഫിലയുടെ ഐ കളർ പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ അതേപോലെ ആയിരിക്കും ഇവിടെ. നമ്മൾ ഡ്രോസോഫിലയുടെ ഐ കളർ പഠിച്ചിരുന്നോ? എനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ, ഇല്ലെങ്കിൽ അതും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഓട്ടോസോമൽ ഡോമിനന്റും ഓട്ടോസോമൽ റിസസീവും എക്സ് ലിങ്ക്ഡ് റിസസീവും, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് പെഡിഗ്രി അനാലിസിസിന്റെ കീഴിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓട്ടോസോമൽ ഡോമിനന്റ് ആ വാക്ക് നമ്മൾ ക്ലാസ്സിൽ ഇത് പ്രോബ്ലം ചെയ്യിപ്പിച്ചാണ് ഇത് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നേരെ നമ്മൾ തിരിച്ചു ചെയ്യുവാണ്. ഇതെന്താ സംഗതി എന്നുള്ളത് ആദ്യം പറഞ്ഞു തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ പ്രോബ്ലം തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പൊ 2 പേരുണ്ട്, അതിൽ ഒരാൾ ഡോമിനന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ നമ്മുടെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ എടുത്ത് നോക്കി, ക്യാപിറ്റൽ ടി ഡോമിനന്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അത് ഹോമോസൈഗസ് ആയാലും ഹെട്രോസൈഗസ് ആയാലും അത് എക്സ്പ്രസ് ചെയ്യും എന്നല്ലേ ഡോമിനൻസിയുടെ അർത്ഥം. അപ്പോൾ ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും 22 പേർ തന്നെ, ഒന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒന്ന് അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ക്രോമോസോമാ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ 2 ക്രോമോസോംസിൽ ഏതെങ്കിലും ഒന്നിലോ രണ്ടിലുമോ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രേറ്റ് ഉണ്ടെങ്കിൽ, ഡിസീസ് ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ ആ വ്യക്തി അത് എക്സ്പ്രസ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഡെഫിനേഷൻ വായിച്ചു നോക്ക്. ഫിനോടൈപ്പ് അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ വേർഷൻ ഓഫ് എ ജീൻ is observed when individual has only one copy. The allele is said to be ഓട്ടോസോമൽ ഡോമിനന്റ്. എന്ന് വെച്ചാൽ ഒരു പേഴ്സണിൽ, ഒരു ഇൻഡിവിജ്വലിൽ ആ ഫീനോടൈപ്പ് വരണമെങ്കിൽ ആ പേഴ്സന്റെ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് ആയാലും ഹോമോസൈഗസ് ആയാലും മതി. ഇത് രണ്ടിൽ ഏതെങ്കിലും അവസ്ഥയിലാണെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യപ്പെടും. മനസ്സിലായോ? ഡോമിനന്റ് ആണ് കക്ഷി. ആ ട്രേറ്റ് ഡോമിനന്റ്, 2 ക്രോമോസോമിൽ ഏതെങ്കിലും ഒന്നിൽ മതി അതിന്റെ ജീൻ. അങ്ങനെയാണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്തിരിക്കും. അതിന്റെ കീഴിൽ വരുന്ന ചില ഡിസീസസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഹണ്ടിങ്ടൺ ഡിസീസ്, മാർഫൻ സിൻഡ്രോം, ന്യൂറോഫൈബ്രോമാറ്റോസിസ്, ഏകോൺഡ്രിയോപ്ലാസിയ, പിന്നെ ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളമി. ഇതെല്ലാം കൂടെ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന്. ഞാൻ ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. എവിടെയെങ്കിലും 1 വേർഡായിട്ടൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ എക്സാമ്പിൾ തരാൻ പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളമി നിങ്ങൾക്ക് എന്തായാലും കാണുമല്ലോ, അറിയാതിരിക്കുമല്ലോ. ഇനി അതിന്റെ ഇൻഹെറിറ്റൻസിന്റെ പാറ്റേൺ നോക്കുക. ഇതൊരു അച്ഛൻ, ഇതൊരു അമ്മ. അപ്പൊ ഫാദർ ഈസ് അഫക്റ്റഡ്. ഇപ്പൊ അഫക്റ്റഡ് ഫാദറിനെ ഇവിടെ കാണിച്ചേക്കുന്ന ഹോളോ ആയിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിൽ തെറ്റിപ്പോയത്. ഇവിടെ ഇപ്പൊ ഹോളോ ആയിട്ടാണ് അഫക്റ്റഡ് ഫാദറിനെ കാണിച്ചേക്കുന്നത്. മദർ ആണെങ്കിൽ അൺഅഫക്റ്റഡാ. അപ്പൊ ഈ അഫക്റ്റഡ് ഫാദർ എന്ന് പറയുന്നത് അഫക്റ്റഡ് ആണെങ്കിൽ
ഹോമോസൈഗസും ആകാം ഹെട്രോസൈഗസും ആകാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ പെർട്ടിക്കുലർ ഫിഗറിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ക്രോമോസോമാണ് കാണിച്ചേക്കുന്നത്. ഇതാണ് അഫക്റ്റഡിന്റെ ഡെപിക്ട് ചെയ്തേക്കുന്ന സംഗതി. കാരണം ഇവിടെ കണ്ടോ ഫീമെയിൽ നോർമൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അൺഅഫക്റ്റഡ് ക്രോമോസോം, ഇത് അഫക്റ്റഡ്, ഈ ജീനാണ് കുഴപ്പക്കാരൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാദറും ഇങ്ങനെ ഒരു മദറും കൂടെ അവർക്ക് 4 കുട്ടികളുണ്ടായി. അപ്പൊ ആ കുട്ടികൾ ഉണ്ടായപ്പോഴത്തേക്ക് ഈ സണ്ണിന് ആലോചിച്ചോണം, ഇവിടെ ഇപ്പോൾ ഒരു സൺ എന്ന് പറഞ്ഞാലും ഈ സെക്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഹിയർ. ബട്ട് ദിസ് ഫിഗർ ഷോസ് ദാറ്റ് ദിസ് സൺ ഗോട്ട് 1 eggs ഫ്രം ഫാദർ ആൻഡ് അനദർ eggs ഫ്രം മദർ. അപ്പൊ ഇവിടെ കണ്ടോ ഹെട്രോസൈഗോട്ട. പക്ഷെ ഹെട്രോസൈഗോട്ട ആണെങ്കിലും ഈ കക്ഷി എക്സ്പ്രസ് ചെയ്യും ആ ഡിസീസോ ട്രേറ്റോ. ഇനി ഫീമെയിലിനെ സംബന്ധിച്ചോളോ, ഫീമെയിൽ ആണെങ്കിൽ ഈ ഫീമെയിലിനെ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ ക്രോമോസോമും ഇതിലൊരു ക്രോമോസോമാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് കക്ഷി അൺഅഫക്റ്റഡ് ആയിരുന്നു. പിന്നെ അൺഅഫക്റ്റഡ് സണ്ണിന് എങ്ങനെ വന്നെന്നറിയാമോ? അപ്പൊ ഇവിടെ ഈ ക്രോമോസോമും ഇത് എക്സ് ആണോ വൈ ആണോ നമുക്ക് വിഷയമല്ല ഇവിടെ, കാരണം സെക്സ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഹിയർ. അപ്പൊ ഇതില് ഈ ബോയ്ക്ക് ഈ ക്രോമോസോമും ഇതിൽ ഏതോ ഒന്ന് ക്രോമോസോമാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് അൺഅഫക്റ്റഡ് സൺ. ഇനി അഫക്റ്റഡ് ഡോട്ടർ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്രോമോസോം ആ കക്ഷിക്ക് കിട്ടിക്കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദിസ് ഇസ് എ കപ്പിൾ, അവർക്ക് ഇങ്ങനെ കുട്ടികളുണ്ടായി. അപ്പൊ ഇങ്ങനത്തെ, അതായത് ഏതെങ്കിലും ഒരു ക്രോമോസോമിൽ പോലും ആ ജീൻ ഉണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ് ചെയ്യും. അത്തരത്തിലുള്ള ഇൻഹെറിറ്റൻസിനെയാണ് ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡോമിനന്റ് എന്ന് എന്തുകൊണ്ട് പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി ഓട്ടോസോമൽ എന്ന് പറയാൻ കാര്യം എന്താ? കാരണം സെക്സ് ക്രോമോസോമിന് യാതൊരു റോളും ഇവിടെ ഇല്ല, സെക്സിനും യാതൊരു റോളും ഇല്ല. ആണാണോ പെണ്ണാണോ എന്നുള്ള വിഷയമല്ല. ഈ ഓട്ടോസോംസിന്റെ ഇൻഹെറിറ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ് ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് എനിക്കിപ്പോൾ പറയാൻ ഒരു ഇത് വരുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാത്ത പിള്ളേരെ എന്നാലും മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ. ഇനി ഇവിടെ ഈ ഓട്ടോസോമൽ ഡോമിനന്റിന്റെ വേറൊരു അവസ്ഥ കാണിച്ചേക്കാണ്. അപ്പൊ ഇതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വലാ. ഓക്കെ, ദിസ് ഇസ് ഓൾസോ ആൻ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. ഇപ്പൊ ഇവിടെ ഫില്ല് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഹെട്രോസൈഗോട്ട, ഈ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഹോമോസൈഗോട്ട. രണ്ടുപേർക്കും ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ട്രേറ്റ് ഉണ്ട്, പക്ഷെ 2 വ്യത്യസ്തമായ ജീനോടൈപ്പ്. അപ്പൊ അതിനെന്താ പ്രസക്തി? രണ്ടുപേർക്കും പാസ് ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രസക്തി എന്ന് ചോദിച്ചാൽ അടുത്ത തലമുറയ്ക്ക് അതൊരു വിഷയമാണ്. മനസ്സിലായോ? കാരണം വെച്ചാൽ ഈ വ്യക്തി അയാൾക്ക് 2 തരം ജീൻസ് ആണ് ഗ്യാമീറ്റ്സിലോട്ട് പോകുന്നത്, 2 തരം അലീൽസ് ആണ് പോകുന്നത്. മനസ്സിലായി? ഗ്യാമീറ്റിലോട്ട് ഈ ക്യാപിറ്റൽ ഡി കിട്ടുന്ന ഓഫ്സ്പ്രിങ് നോർമൽ ആയിരിക്കും, പക്ഷെ തിരിച്ച് ക്യാപിറ്റൽ ഡി നോക്കട്ടെ, ക്യാപിറ്റൽ ഡി ആണ് കുഴപ്പമുള്ള ജീൻ. അപ്പൊ ക്യാപിറ്റൽ ഡി കിട്ടുന്ന ആള് അസുഖമുള്ളവരായിരിക്കും, സ്മോൾ ഡി കിട്ടുന്ന ആള് അസുഖം ഇല്ലാത്തവരായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലോ 2ഉം ഡിയാ. അപ്പൊ ഇയാളുടെ എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ പ്രശ്നം എന്തായാലും കാണും, കാരണം ഇയാളെ ഹോമോസൈഗോട്ട. മനസ്സിലാവുന്നുണ്ടോ? ഇയാളുടെ അങ്ങനെയല്ല, 50% കുട്ടികൾക്ക് മാത്രമേ ഈ അസുഖം വരാൻ സാധ്യത ഉള്ളൂ. ക്ലിയർ? ഇനി ഇവിടെയാണെങ്കിൽ അൺഅഫക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ഇയാൾ ഈ അസുഖം ഒരിക്കലും ഇയാൾക്ക് അസുഖം ഇല്ല, അത് അടുത്ത തലമുറയെ ബാധിക്കുന്നുമില്ല. ക്ലിയർ? ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഓട്ടോസോമൽ റിസസീവ്. ഓക്കെ, ഓട്ടോസോമൽ ഡോമിനന്റ് നമ്മൾ പഠിച്ചു. ഇനി ഓട്ടോസോമൽ റിസസീവ്. അപ്പൊ നിങ്ങൾ ആ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആ എക്സാമ്പിൾ തന്നെ മനസ്സിൽ കണ്ടാൽ മതി. റിസസീവ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ട്രേറ്റിന്റെ ജീൻ 2 ക്രോമോസോമിലും ഉണ്ടായിരിക്കണം. അതായത് ആ ഏത് ട്രേറ്റ് ആണോ ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് ആ ട്രേറ്റ് ഹോമോസൈഗസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആ ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുകയുള്ളൂ. പിടികിട്ടിയോ? അതാണ് എൻ്റെ അർത്ഥം. ഇത് വായിച്ചു നോക്കിയാൽ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ സ്മോൾ ടി ആണെങ്കിൽ മാത്രമേ ഡ്വാർഫ് ക്യാരക്ടർ പുറത്ത് കാണത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ഇൻഹെറിറ്റൻസും. ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ അസുഖം ഉണ്ടാകുന്ന ഒരു ജീനുണ്ട്, അത് 2 ക്രോമോസോമിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അസുഖം പുറത്ത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇനി ഹെട്രോസൈഗോട്ട് ആണെങ്കിൽ ആ കക്ഷിക്ക് അസുഖം കാണുമോ? അസുഖം കാണത്തില്ല, പക്ഷെ അയാൾ ക്യാരിയർ ആയിരിക്കും. അയാളുടെ അടുത്ത തലമുറയ്ക്ക് അത് പോകാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായി? അതാണ് ക്യാരിയറും അല്ലാത്തതുമായിട്ടുള്ള വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഹോമോസൈഗസ് ആണെങ്കിൽ എന്തായാലും അസുഖം കാണും, മറ്റേതാകുമ്പോൾ ക്യാരിയർ ആയിരിക്കും. അയാൾക്ക് അസുഖം കാണത്തില്ല, അയാളുടെ അടുത്ത തലമുറയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ചില അസുഖങ്ങളാണ് ഇവിടെ താഴെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. സിക്കിൾ സെൽ ഡിസീസ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഫിനൈൽ കീറ്റോണിയൂറിയ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി ഇവിടെ ആ ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് കണ്ടോ? ഒരു ഫാദറും ഒരു മദറും. അപ്പം 2 പേരും ക്യാരിയേഴ്സ് ആണ്.
ഓക്കെ, രണ്ടുപേരും ക്യാരിയേഴ്സ് ആയിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ക്യാരിയർ എന്ന് പറയുമ്പോൾ അർത്ഥം എന്തുവാ? ഒരു ക്രോമോസോമിൽ മാത്രമേ ആ പെർട്ടിക്കുലർ ജീൻ ഉള്ളൂ. ഇവിടെ അതെ, ഇവിടെ അതെ. ഈ സെക്സിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് ഓട്ടോസോംസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഇവർ തമ്മിൽ ക്രോസ് ചെയ്തു. ഏതൊക്കെ രൂപത്തിൽ നമുക്ക് കിട്ടാം? ഏതൊക്കെ രൂപത്തിൽ കിട്ടാം? ഇങ്ങനെ രൂപത്തിൽ കിട്ടാം, ഇങ്ങനെ കിട്ടാം, ഇങ്ങനെ കിട്ടാം, ഇങ്ങനെ കിട്ടാം. അപ്പൊ ഇത് ആണായി പോയി എന്നുള്ളത് ഒരു യാദൃച്ഛികം മാത്രമാണ്. മനസ്സിലായി? ഇങ്ങനത്തെ ക്രോമോസോംസ് കിട്ടിയ ആള് ആണായി പോയി എന്നുള്ളത് യാദൃച്ഛികം മാത്രമാണ്. അത് ആണായതുകൊണ്ട് കിട്ടിയതല്ല. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് ഓട്ടോസോമൽ എന്ന് പറയാൻ കാര്യം. സോ ദിസ് ഹാപ്പൻ ടു ബി എ മെയിൽ ആൻഡ് ഹി ഈസ് അഫക്റ്റഡ്. എന്തുകൊണ്ടാ? രണ്ടിടത്തും രണ്ട് ജീനും കിട്ടി. അപ്പൊ ഹോമോസൈഗസ് ഫോമിൽ കിട്ടി. അപ്പൊ ഹി ഈസ് അഫക്റ്റഡ്. ഇനി ഇവിടുത്തെ ഫീമെയിൽ ആണെങ്കിൽ വീണ്ടും ഒരു ക്രോമോസോമേ കിട്ടിയിട്ടുള്ളൂ, അല്ലെ? ആ ട്രേറ്റിന് ഒരു ക്രോമോസോമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇയാള് ക്യാരിയറാ. ഇനി ഒരു മെയിൽ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ ഇതും ഫീമെയിൽ ആയിക്കൂടാന്നില്ല കേട്ടോ. ഇത് ഇറ്റ് ഹാപ്പൻ ദാറ്റ് ദിസ് ഹാപ്പൻ ടു ബി എ മെയിൽ. അപ്പൊ അതും ഹെറ്ററോസൈഗോട്ട് ആയതുകൊണ്ട് ക്യാരിയറാ. പിന്നെ ഈ ക്രോമോസോമും കൂടി ചേർന്ന് കിട്ടിയ ഫീമെയിൽ അൺഅഫക്റ്റഡാ. ഇതേപോലെ ഒരു മെയിലും വേണമെങ്കിൽ ഉണ്ടാകാം. ദാറ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ്. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിയേ, അൺഅഫക്റ്റഡ് നോൺ ക്യാരിയർ. അപ്പൊ ഇത് ക്യാപിറ്റൽ ആർ ഇയാൾക്ക് അസുഖമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇനി ഇവിടെയാണെങ്കിൽ അൺഅഫക്റ്റഡ് ജനറ്റിക് ക്യാരിയർ ആണ്. ഇയാൾക്ക് അസുഖമില്ല, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഗ്രേ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ബ്ലാക്ക് വിത്ത് ഗ്രേ ആയിട്ടാ. അപ്പൊ ഇയാൾക്ക് അസുഖമില്ല, പക്ഷെ ഇയാൾ ക്യാരിയർ ആയിട്ട് വർക്ക് ചെയ്യാം. 50% ചാൻസ് ഉണ്ട് അയാളുടെ ഓസ്പ്രിംഗിന് ഈ അസുഖം വരാൻ. മനസ്സിലായി? ഡിപ്പെൻസ് അപ്പോൺ ഹിസ് പാർട്ട്ണർ. മനസ്സിലായി? കുറച്ച് മുമ്പേ നമ്മൾ കണ്ടില്ലേ, ഇതിൽ കണ്ടോ? ഇതും ഒരു ക്യാരിയർ ആയതുകൊണ്ട്. അപ്പൊ ഇതൊരു നോർമൽ വ്യക്തിയായിരുന്നു എന്ന് വെച്ചോ, ക്യാരിയർ പോലും അല്ലായിരുന്നെങ്കിൽ ഒരു മക്കൾക്കും അസുഖം വരത്തില്ലായിരുന്നു. ക്യാരിയർ ആയിട്ടേ വരത്തില്ല. മക്കൾക്ക് അസുഖം വരാൻ ഒരു സാധ്യതയില്ലായിരുന്നു. അപ്പൊ ഇവിടെ അടുത്തെന്ന് വെച്ചാൽ അഫക്റ്റഡ് പേഴ്സൺ ആണ്. സ്മോളർ. ഈ വ്യക്തി അസുഖമുള്ള ആളാണ്. ഇയാളുടെ പാർട്ട്ണറിനെ ബേസ് ചെയ്തിരിക്കും ഇയാളുടെ കുട്ടി അസുഖമുള്ള ആളായിരിക്കോ ക്യാരിയർ ആയിരിക്കോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഈ ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഓട്ടോസോമൽ റിസസീവ് എന്നതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നമുക്ക് ലാസ്റ്റ് വൺ, സെക്സ് ലിങ്കേജ് ഓർ എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ്. ഓക്കെ, ഈ സെക്സ് ലിങ്കേജ് ഞാനത് ഓർത്തെടുക്കുമായിരുന്നു ഇടയ്ക്ക്. നമ്മൾ സെക്സ് ലിങ്കേജ് പഠിച്ചിട്ടില്ല, അല്ലെ? അത് മിസ്സായി പോയി. അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. അപ്പൊ അതിലെ ഡ്രോസോഫിലയുടെ ഐ കളർ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് ഇനി 2-3 കാര്യങ്ങൾ പഠിക്കാണ്ട് എല്ലാം കൂടി ചേർത്ത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ഈ സെക്സ് ലിങ്കേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പഠിച്ചില്ലേ? അവിടെ എന്ന് വെച്ചാൽ ഒരാൾ യെല്ലോ ആണെങ്കിൽ റൗണ്ട് ആവണം എന്നില്ല എന്നല്ലേ? അപ്പൊ യെല്ലോയും റൗണ്ടും ലിങ്ക്ഡ് അല്ല എന്നല്ലേ പറയുന്നത്? പക്ഷെ ചില കാര്യങ്ങളല്ല, ചില ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ആയിരിക്കും. 2 ട്രേറ്റ്, ഒരു ട്രേറ്റ് ഉണ്ടെങ്കിൽ മറ്റേ ട്രേറ്റും കൂടെ കാണും ഉറപ്പായിട്ടും. കാരണം ഒരു ക്രോമോസോമിൽ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും അതിന്റെ ലൂക്കസ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ക്രോമോസോമിൽ തന്നെയായിരിക്കും 2 ക്യാരക്ടറിസ്റ്റിക്സും കിടക്കുന്നത്. അപ്പൊ ഈ സെക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം പഠിക്കാം നമുക്ക്. എന്നാലും സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ തന്നെ എക്സ് ക്രോമോസോമിലായിരിക്കും ഈ പെർട്ടിക്കുലർ ട്രേറ്റിന്റെ ജീൻ കിടക്കുന്നത്. മനസ്സിലായി? അപ്പൊ എക്സ് ഒരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ എക്സിന്റെ കൂടെ അതിന്റെ കൂടെയുള്ള ട്രേറ്റും കൂടെ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ മെയിൽ ഫീമെയിൽ നമ്മുടെ ഹ്യൂമണിന്റെ കാര്യത്തില് ഡബിൾ എക്സ് ആണ് ഫീമെയിലും, സിംഗിൾ എക്സും സിംഗിൾ വൈയും കൂടി ചേരുന്നതാണ് മെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഫീമെയിലിന് 2 എക്സ് ഉള്ളതുകൊണ്ട് എല്ലാത്തിനും 2 കോപ്പി കാണും. പക്ഷെ മെയിലിൽ അങ്ങനല്ല, ഒരു എക്സ് ഒരു വൈ ഉള്ളു. അപ്പൊ ഒരു എക്സിനുള്ള ക്രോമോസോംസിൽ ആ ക്രോമോസോമിനകത്ത് എന്തെല്ലാം ജീനുണ്ടോ അത് മാത്രമേ ഉള്ളൂ അയാൾക്ക്. ആ ജീനിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയാൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതേപോലെ എക്സിലാണെങ്കിൽ പല ജീൻസും ഉണ്ട്. ഈ സെക്സ് ഡിറ്റർമിനേഷൻ മാത്രമല്ല പല ജീൻസും ഉണ്ട്. മനസ്സിലായോ? സെക്സ് ഡിറ്റർമിനേഷൻ ജീൻ മാത്രമല്ല വേറെ പല ക്യാരക്ടറിസ്റ്റിക്സിനെയും ജീൻസ് എക്സ് ക്രോമോസോമിലുണ്ട്. പക്ഷെ വൈയില് അത് മെയിൽനെസ്, ഒരു വ്യക്തി മെയിലാണോ എന്ന് തീരുമാനിക്കുന്നതാണ് വൈ ക്രോമോസോം എന്ന് പറയുന്നത്. ആ മെയിൽനെസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമോസോമാണ് വൈ ക്രോമോസോം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സിലുള്ള എല്ലാ ജീനിന്റെയും കോപ്പി വൈയില് ഇല്ല. അത് ചെറിയ ക്രോമോസോം, അതുകൊണ്ട് അതിനെ വൈ എന്ന് കാണിച്ചിരിക്കുന്നത്. എക്സിനെ കാട്ടി ചെറിയ ക്രോമോസോമാണ് വൈ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ സെക്സിൽ എക്സ് ക്രോമോസോമിൽ സ്ഥിതി ചെയ്യുന്ന ജീൻസ് ആണ് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിന് കാരണമാകുന്നത്. ക്ലിയർ? അതൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി അങ്ങനെ എക്സ് ലിങ്കേജ് വഴി വരുന്ന അസുഖങ്ങളാണ് ഹീമോഫീലിയ, മസ്കുലർ ഡിസ്ട്രോഫി, പിന്നെ ചില കളർ ബ്ലൈൻഡ്നെസ്. ഇതെല്ലാം എക്സ് ലിങ്ക്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അത് ഡോമിനന്റും റിസസീവും ഉണ്ട്. അപ്പം ഡോമിനന്റും റിസസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ലിങ്കേജ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ 2 എക്സിലും വരണം എന്നില്ല.
ഏതെങ്കിലും ഒരു എക്സിൽ വന്നാൽ മതി ഈ പ്രശ്നം. പ്രോബ്ലം ഉള്ള ജീനുള്ള ഒരു എക്സ് ഒരാൾക്ക് പോയാൽ മതി, അയാൾ അസുഖം കാണിക്കും. പക്ഷെ നമുക്ക് എക്സ് ലിങ്ക്ഡ് റിസസീവ് മാത്രം പഠിച്ചാൽ മതി സിലബസ് പ്രകാരം. പക്ഷെ ഡോമിനന്റ് അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ എക്സ് ലിങ്കേജിൽ ഇവിടെ നോക്ക്, ഒരു മെയിലും ഒരു ഫീമെയിലും, അൺഅഫക്റ്റഡ് മദറും ഫാദർ അഫക്റ്റഡുവാ. ഇവിടെ പക്ഷെ നമ്മൾ എക്സും വൈയും എടുത്തേ പറ്റൂ. അപ്പൊ ഇത് ഒരു ആണാണോ പെണ്ണാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. കാരണം ആ സെക്സ് ലിങ്ക്ഡ് ടു ദിസ് ക്യാരക്ടറിസ്റ്റിക്സ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതുവരെ എക്സും വൈ ഇവിടെ എഴുതിയില്ലായിരുന്നല്ലോ, പക്ഷെ ഇവിടെ എക്സും വൈ എഴുതുന്നുണ്ട്. അപ്പൊ അഫക്റ്റഡ് ഫാദർ എന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ ഒരു എക്സ് ക്രോമോസോമിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, മ്യൂട്ടേഷൻ. ഇപ്പൊ ഒരു മ്യൂട്ടേഷൻ ഇൻഹെറിറ്റൻസ് ആണെന്ന് വെച്ചോ, അത് ഒരു എക്സിലുണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വൈ ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് റിസസീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അർത്ഥം എന്തുവാ, രണ്ടിടത്തും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അസുഖം വരത്തുള്ളൂ റിസസീവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഫാദറിനെ സംബന്ധിച്ചോളം ആ റിസസീവ് എന്നോ ഡോമിനന്റ് എന്നുള്ള ഒരു പ്രസക്തിയേ ഇല്ല. കാരണം അയാൾക്ക് ആകെ ഒരു എക്സേ ഉള്ളൂ, അതിൽ മ്യൂട്ടേഷൻ ഉള്ള ജീൻ ഉണ്ടെങ്കിൽ അയാൾ അസുഖക്കാരനായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ ആ മെന്റൽ ക്രോസ് ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൺഅഫക്റ്റഡ് സൺ കിട്ടും. അൺഅഫക്റ്റഡ് സൺ എവിടെ കിട്ടി? ഈ വൈയും ഇവിടുത്തെ എക്സും കൂടെ ചേരുന്നതായിരിക്കും ഈ കക്ഷി. ഇനി ഡോട്ടർ, ഒരു കാരിയർ ഡോട്ടറിനെ കിട്ടി. അതെങ്ങനായിരിക്കും? ഈ എക്സും ഇവിടുത്തെ ഒരു എക്സും കൂടെ വന്നാണ് ഡോട്ടർ കാരിയറായി പോയത്. ഇനി അൺഅഫക്റ്റഡ് സൺ എഗെയിൻ, ഇത് തന്നെ ഈ വൈയും ഇവിടുത്തെ മറ്റേ എക്സും കൂടെ ചേർന്നിട്ടായിരിക്കും സൺ അൺഅഫക്റ്റഡ് ആയിട്ട് വന്നത്. എഗെയിൻ ഡോട്ടർ ഇസ് കാരിയർ. എങ്ങനെ? ഇതും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്രോമോസോമും കൂടെ ചേർന്ന് കാരിയർ ആയിട്ടുള്ള ഡോട്ടറിനെ കിട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി തിരിച്ച് നമുക്ക് ഇവിടെ നോക്കാം. ഫാദർ അൺഅഫക്റ്റഡ് ആണ്, പക്ഷെ മദർ കാരിയർ ആണ്. മദർ കാരിയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? മദർ കാരിയർ എന്ന് പറഞ്ഞാൽ മദറിന് 2 എക്സ് ഉണ്ട്. അപ്പം രണ്ടിടത്തും കൂടെ ഈ പറഞ്ഞ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മദറിന് അസുഖം വരത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു എക്സ് ക്രോമോസോമിൽ മാത്രമേ മ്യൂട്ടേഷൻ ഉള്ള ജീൻ ഉള്ളൂ. അപ്പൊ മദർ കാരിയർ മാത്രമാണ്, അഫക്റ്റഡ് അല്ല. ക്ലിയർ? ഇവർക്ക് രണ്ടുപേർക്കും 4 കുട്ടികളുണ്ടായി. അപ്പൊ ഈ എക്സും കൂടെ ചേരുന്നത് കുഴപ്പമില്ല. പക്ഷെ ഈ കുഴപ്പമുള്ള എക്സും ഈ വൈയും കൂടെ ചേരുന്ന മെയില് എപ്പോഴും അഫക്റ്റഡ് ആയിരിക്കും. കാരണം വൈക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ, എക്സ് അഫക്റ്റഡ് ആണ്. അപ്പൊ ഇത് ചേരുമ്പോഴത്തേക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടായി. ഇനി അടുത്ത ഒരു ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സും ഈ മ്യൂട്ടേഷൻ ജീൻ ക്യാരി ചെയ്യുന്ന എക്സും കൂടെ ചേരുന്ന ഡോട്ടർ. അപ്പൊ ഈ ഡോട്ടർ എന്തായി? കാരിയറായി. ഇതുപോലെ അമ്മയെ പോലെ ഒരു ഡോട്ടറായി. മനസ്സിലായോ? ഇനി അൺഅഫക്റ്റഡ് മെയിൽ എങ്ങനെ വന്നു? ഈ വൈയും ഇവിടുത്തെ കുഴപ്പമില്ലാത്ത എക്സും കൂടെ ചേർന്ന് അൺഅഫക്റ്റഡ് മെയിൽ വന്നു. അതേപോലെ ഇവിടെ കുഴപ്പമില്ലാത്ത എക്സും ഇവിടെ കുഴപ്പമില്ലാത്ത എക്സും കൂടെ ചേർന്ന് ഡോട്ടർ അൺഅഫക്റ്റഡ് ആയിട്ട് വന്നു. കണ്ടോ? ഈ 2 ക്രോസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അസുഖമുള്ള ഒരു മെയിലും അൺഅഫക്റ്റഡ് ഫീമെയിലും തമ്മിൽ കുട്ടികളുണ്ടായാൽ അവർക്ക് കാരിയേഴ്സേ ഉണ്ടാകത്തുള്ളൂ, അസുഖമുള്ള കുട്ടികൾ ഉണ്ടാകത്തില്ല. അതേസമയം കാരിയറായ ഒരു മദറും അൺഅഫക്റ്റഡ് ഫാദറും വന്നാൽ പാറ്റേൺ മാറിയത് കണ്ടോ? ഓട്ടോസോമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരത്തില്ല, അത് വ്യത്യാസം കാണത്തില്ല. കാരണം സെക്സ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡിറ്റർമിനിങ് ഫാക്ടർ ഹിയർ. ഇത് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഈ പടം നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ പടം ഒന്നും വരയ്ക്കേണ്ട. ഇത് ഇങ്ങനെ എക്സ് വൈ എക്സ് എക്സ് അങ്ങനെ എഴുതണം കേട്ടോ. അപ്പൊ എന്നിട്ട് ഇതിങ്ങനെ വരയ്ക്കാൻ നോക്കണ്ട. എക്സിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ഇട്ടാൽ മതി, എസ് എന്നോ അല്ലെങ്കിൽ സ്റ്റാർ ഇട്ടാൽ മതി. അസുഖമുള്ള ഈ ജീൻ ജീൻ ക്യാരി ചെയ്യുന്ന എക്സിന് നമ്മളൊരു സ്റ്റാർ ഇട്ട് കൊടുത്താലും മതി നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ. ഓക്കെ, ഈ ക്രോസ് നിങ്ങൾ നോട്ടിൽ എഴുതിയിരിക്കണം. ഈ പടമൊന്നും വരയ്ക്കേണ്ട, പക്ഷെ ക്രോസ് എഴുതിയിരിക്കണം. ക്ലിയർ? അപ്പൊ ഇതും അതുപോലെ തന്നെ കാരിയർ ഫീമെയിലും അൺഅഫക്റ്റഡ് മെയിലും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പൊ ഇത് കാരിയർ ആയതുകൊണ്ട് ഹാഫ് ആയിട്ട് കാണിച്ചേക്കുന്നത് കണ്ടോ, കാരിയർ ഫീമെയിൽ. അപ്പൊ ഇതും കൂടെ ചേരുന്നതൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നത്. വളരെ രസകരമായിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ. അപ്പൊ ഇതാണെങ്കിൽ എക്സും വൈയും ആണ്, ആ ചേരുമ്പോൾ ഉണ്ടാകുന്ന മക്കളാണ്. ഇത് നിങ്ങൾ എക്സ് വൈ വെച്ചിട്ടൊന്ന് എഴുതി നോക്കണം കേട്ടോ. അതേപോലെ അഫക്റ്റഡ് മെയിലും അൺഅഫക്റ്റഡ് ഫീമെയിലും കൂടെ ചേരുമ്പോൾ കാരിയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മൾ കാണിച്ചത് വേറെ രൂപത്തിൽ ഇവിടെ വരച്ചേക്കുന്നതേ ഉള്ളൂ. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് തരും. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ഞാൻ തന്നിട്ടുണ്ട്. അത് എന്താ പറയാ, വേർഡ് ഫയലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് മാക്സിമം ഒരു 10-15 മിനിറ്റ് നിങ്ങൾ നോട്ടും എല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ ഒന്നരയ്ക്ക് മുമ്പ് സുഖമായിട്ട് തീരും. പക്ഷെ ഇന്ന് തന്നെ ആ തന്ന പ്രോബ്ലംസ് ചെയ്യുക. കാരണം ഇന്നാകുമ്പോൾ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ഈ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അപ്പൊ പ്രോബ്ലംസ് ചെയ്ത് ഇന്ന് തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇന്ന് വൈകുന്നേരത്തിനാണ് സബ്മിറ്റ് ചെയ്യണം. ഇന്ന് 5 മണിക്ക് മുമ്പ് ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവരുടെ മാർക്ക് അസൈൻമെന്റിൽ ഉറപ്പായിട്ടും ഞാൻ കുറച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ചെയ്യണം കേട്ടോ. അത് വാശിപ്പുറത്തൊന്നുമല്ല, നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് തന്നെ ചെയ്തിരിക്കണം കേട്ടോ.